മറ്റു വാർത്തയിലേക്ക് പോകണം. കണ്ണൂർ പിലാത്തറയിൽ മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ച് 56 ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതി പിടിയിൽ. അഞ്ചാം പീടിക സ്വദേശിയും BJP പ്രാദേശിക നേതാവുമായ സനു സന്തോഷിനെയാണ് കണ്ണൂർ റൂറൽ SP-യുടെ പ്രത്യേക സംഘം പിടികൂടിയത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാസർഗോഡ് അതിർത്തി പ്രദേശമായ ഉപ്പളയിൽ വെച്ചാണ് ഇയാളെ നാടകീയമായി പിടിച്ചത്. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രജീഷ് വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രജീഷ്, എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തിയത്? പ്രതികളെ പിടികൂടിയതും അതിസാഹസികമായാണ് എന്ന് മനസ്സിലാകുന്നു. രഞ്ജിത്ത്, ജൂൺ 2-ന് കണ്ണൂർ പിലാത്തറയിൽ മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ച് 55 ലക്ഷം രൂപയും സ്വർണവും കവർന്ന കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ BJP പ്രാദേശിക നേതാവിനെ കണ്ണൂർ റൂറൽ SP-യുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അഞ്ചാം പീടിക സ്വദേശിയായ സനു സന്തോഷ് എന്ന 42-കാരനാണ് കാസർഗോഡ് ഉപ്പളയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പോലീസിന്റെ വലയിലായത്. കവർച്ചയ്ക്കായി ഉപയോഗിച്ച 2 വാഹനങ്ങൾ, ഒരു ഇന്നോവ ഉൾപ്പെടെ 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിനിമാ രംഗങ്ങളെ പോലും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആസൂത്രിത കവർച്ചയാണ് പിലാത്രയിൽ നടന്നതെന്ന് നമ്മൾ കണ്ടതാണ്. പിലാത്ര സഹകരണ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലാണ് ബോണറ്റും ഡോറുകളും പൂർണ്ണമായും തുറന്നിട്ട നിലയിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വാഹനത്തിലെ വസ്ത്രങ്ങളും ബാഗുകളൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ നാട്ടുകാരാണ് ഇത് കണ്ട് പരിയാരം പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കവർച്ചയുടെ ഒരു ഭീകരത വ്യക്തമായത്. കാറിന്റെ ഉൾവശത്താകെ രക്തക്കറകൾ പുരണ്ട നിലയിലായിരുന്നു. യാത്രക്കാരുടെ ലഗേജും വസ്ത്രങ്ങളും നേരത്തെ പറഞ്ഞ പോലെ റോഡരികിൽ ചിതറിക്കിടക്കുകയായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശിയായ വ്യാപാരിയെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം അക്രമി സംഘം വണ്ടി തട്ടിയെടുത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് മാറ്റി അതിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കവർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25 ഗ്രാം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്നായിരുന്നു പരാതി ലഭിച്ചതെങ്കിലും പിന്നീട് കാർ ഉടമ തന്നെ നൽകിയ വിശദമായ മൊഴിയിൽ കാറിന്റെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരുന്ന 55 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിനോട് സമ്മതിച്ചു. ഇതോടെ അന്തർസംസ്ഥാന സ്വർണ്ണക്കടത്ത് കുഴൽപ്പണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നീണ്ടു. ഒടുവിൽ അറസ്റ്റിലായ സനു സന്തോഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കവർച്ച സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്കായി തെരച്ചിൽ കണ്ണൂർ കാസർഗോഡ് അതിർത്തികൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിലുള്ള 15 അംഗ സംഘം 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിലൊരു സംഘം ഇപ്പോൾ കർണാടക അതിർത്തിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ BJP നേതാവ് എന്ന് പറയുന്ന പ്രതി, ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണോ രജീഷ്? ഒപ്പം അഞ്ചാം പീടിക സ്വദേശി അല്ലേ, അയാളാണ് പിടിയിലായിരിക്കുന്നത്, സനു സന്തോഷ്. ഇയാൾക്ക് ഇതൊരു സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുള്ള ആൾ തന്നെയാണോ? ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭ്യമാകുന്നത്? ഇദ്ദേഹം ഒരു കൊട്ടേഷൻ സംഘാംഗമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് കവർച്ച ആസൂത്രണം ചെയ്ത് ആൾക്കാർ ഇദ്ദേഹത്തെ പണം കൊടുത്ത് സംഘാംഗമാക്കി എന്നാണ് ലഭിക്കുന്ന സൂചന. ഇദ്ദേഹം ഒരു CPM വധക്കേസിൽ പ്രതി കൂടിയാണ് എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വലിയ സംഘം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഒരു കൂട്ടാളിയായി ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും നിരവധി ആളുകൾ പിടികൂടാനുണ്ട്. അപ്പോൾ ഈ രക്തക്കറയൊക്കെ കണ്ട സാഹചര്യം എങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത്? ഒരു കവർച്ച എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും അതിക്രമം ഉണ്ടായിരുന്നോ അവിടെ? ഇത് പൂർണ്ണമായും ഒരു കവർച്ച മാത്രമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർ സംസ്ഥാന സംഘങ്ങളുമൊക്കെയായി ബന്ധമുണ്ട് എന്ന് കരുതിയിരുന്നെങ്കിലും കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇതിൽ ആ സാധ്യതകൾ പോലീസ് തള്ളിക്കളയുകയും പൂർണ്ണമായും കേരളത്തിനകത്ത് ഉള്ള സംഘങ്ങളെ കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം. ഇതിനായി പോലീസ് പയ്യന്നൂർ മുതൽ മാഹി വരെയുള്ള 100ഓളം CCTV ക്യാമറകളും 100 കണക്കിന് ഫോൺ കോളുകളും പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സനു സന്തോഷിലേക്ക് എത്തിയത്. ഇദ്ദേഹം ഉപ്പളയിൽ വെച്ച് പിടിയിലാകുമ്പോൾ ഒരു BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് പിടിയിലായത് എന്നും പോലീസ് സൂചന നൽകുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, അതിൻ്റെ അന്വേഷണ വഴികളിലാണ് പോലീസ്. ഇപ്പോൾ ഒരു പ്രതി കാസർഗോഡ് അതിർത്തി പ്രദേശം ഉപ്പളയിൽ വെച്ച് നാടകീയമായി ഒരു പ്രതിയെ പിടിച്ചു. 2 വാഹനങ്ങളും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി സംഘാംഗങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവരെക്കുറിച്ചും ധാരണകൾ എത്തേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.